പലരും PPF-ന് വിട്ടിട്ട് സെറാമിക് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ ഇതൊരു എത്ര നേരത്തെ പ്രോസസ് ആയിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി തന്നു കഴിഞ്ഞാൽ എത്ര റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരുമെന്നുള്ള ഒരു ഇഷ്യൂ അല്ലേ? വലിയ വണ്ടികൾക്ക് മാത്രം ചെയ്താൽ മതിയല്ലോ, പോരല്ലോ. ഇപ്പം ബഡ്ജറ്റ് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് അവരുടെ വണ്ടി സേഫ് ആയിട്ട് കൊണ്ടു നടക്കണം ആഗ്രഹം കാണില്ലേ. അപ്പം പിന്നെ കുറെ പേരുടെ സംശയമാണ് സെറാമിക് കോട്ടിംഗ് ആണോ PPF കോട്ടിംഗ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, കോക്വിത്തിന് പിന്നെ ഏറ്റവും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. PPF ഫിലിം അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PPF ഫിലിം ഒട്ടിക്കുന്ന എന്തിനാണ്, അതിൻ്റെ ഗുണങ്ങളും അതിൽ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പുതിയൊരു കാറൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് അതിലൊരു സ്ക്രാച്ച് ഒക്കെ വീണാൽ നമുക്ക് സഹിക്കും. ചെറിയൊരു തട്ടലൊക്കെ പറ്റിയ നമ്മുടെ പെയിന്റ് ഒക്കെ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കും. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓട്ടോടോക്സ് കൊച്ചിയിലാണ്. ഇവർ PPF കോട്ടിങ്ങും സെറാമിക് കോട്ടിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PPF കോട്ടിങ് ഇന്നത്തെ ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ട് PPF കോട്ടിങ് അല്ലെങ്കിൽ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം നിങ്ങൾ പുതിയ വാഹനമൊക്കെ എടുക്കുമ്പോഴും യൂസ് ചെയ്യുന്ന വാഹനത്തിലൊക്കെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ്. ഇപ്പോൾ വാഹനത്തെ എപ്പോഴും നല്ല ഗ്ലോസി ആയിട്ട് വാഹനം നല്ല പുതിയൊരു വാഹനം പോലെ തന്നെ തിളങ്ങി നിൽക്കുമെന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിന് പെയിൻറ്റ് പ്രൊട്ടക്ഷൻ വലിയൊരു കാര്യമാണല്ലോ. നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രാച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ സെൽഫ് ഹീലിംഗ് ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ചെറിയ സ്ക്രാച്ച് വരികയാണെങ്കിൽ തന്നെത്താനെ ഇത് ഹീൽ ആയിക്കോളും, ഒരു പ്രശ്നവും പറ്റാതിരിക്കും. അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ലെയേഴ്സാണ് ഇതിൻ്റെ കോട്ടിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പം വാഹനത്തിൻ്റെ ബോഡിയിലല്ലായിരിക്കും, ആ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിമിലായിരിക്കും സ്ക്രാച്ചസ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫിലിം ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ വാഹനം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പം ചളുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നൂത്തിങ് എടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ വാഹനം കഴുകുമ്പോൾ നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കഴുകിയിടാനൊക്കെ വലിയ രസമാണ്. അതിനുശേഷം വണ്ടി ഉണക്കുന്നത്, അതായത് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ ഇട്ട് നമ്മൾ തുടച്ചൊക്കെ എടുക്കുന്ന ഒരു പണിയുള്ള കാര്യമാണ്. അപ്പം ഇത് PPF ഫിലിം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇപ്പം നമ്മൾ ഇടുങ്ങിയ വഴി കൂടെ ഒക്കെ പോകുമ്പം ചെടികളും പുല്ലുകളും ഒക്കെ സൈഡിലൊക്കെ കുറേ നിൽപ്പുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ വാഹനത്തിൽ തട്ടി സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സ്ക്രാച്ചസ് ഒക്കെ ഈ PPF ഫിലിം അബ്സോർബ് ചെയ്തോളും. വാഹനത്തിന് ഒരു കേടുപാടുകൾ സംഭവിക്കാതെ അത് തന്നെ ഹീൽ ആയിക്കോളും. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം UV പ്രൊട്ടക്ഷൻ ടെക്നോളജി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം വാഹനം അൾട്രാവയലറ്റ് റേസ് അടിച്ചിട്ട് വാഹനത്തിൻ്റെ ഒരു ഗ്ലോസിനെസ് പോകുന്ന ഒരു ഇഷ്യൂ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രയോജനങ്ങളാണ് നമ്മൾ PPF ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പിന്നീട് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, സെറാമിക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം PPF ഒട്ടിച്ചിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ വാഹനത്തിൻ്റെ പെയിൻറ്റിന് കേടുപാടുകൾ സംഭവിക്കുക എന്നുള്ള പേടി കൊണ്ടാണ് ചിലർ PPF ചെയ്യാത്തത്. പക്ഷേ ഇവർ ചെയ്യുന്നത് ഇത് ഹീറ്റ് ചെയ്യാതാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൂളായിട്ട് നമുക്ക് ഇളക്കി കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ കാരണം മാത്രമല്ല, ബൈക്സിൻ്റെ ഇവർ ചെയ്യുന്നുണ്ട്. ബൈക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വേറെ വാഹനങ്ങളുടെയും ഒക്കെ കല്ലൊക്കെ അടിച്ച് നമ്മുടെ വാഹനങ്ങൾ കുറേ കേടുപാടുകൾ പറ്റാറുണ്ട്. വണ്ടിയുടെ ബൈക്കിൻ്റെ മഡ് ഫ്ലാപ്പിലും അതുപോലെ വണ്ടിയുടെ ബമ്പർ കിറ്റും കാര്യങ്ങളും എല്ലാം ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം അതൊക്കെ ഈ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, നിഖിൽ ബ്രോ ആണ് ഇതിൻ്റെ സെയിൽസ് മാനേജറൊക്കെ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ബ്രോ, ഒരു PPF അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വണ്ടി വന്നു കഴിയുമ്പോൾ നമ്മളത് ഫുള്ള് ചെക്ക് ചെയ്യും. അതിന് എന്തൊക്കെ ഇഷ്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യും. ഫസ്റ്റ് ആ ഇഷ്യൂസ് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ PPF ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വണ്ടി പുതിയത് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു കാറ് വരാണെങ്കിൽ മെയിൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ സ്റ്റോൺ ചിപ്പിംഗ് ഉണ്ടാവും. ഫ്രണ്ടിൽ പോകുന്ന വണ്ടീന്റെ സ്റ്റോൺസ് തെറിച്ച് ഇവിടെ കുറച്ച് സ്ക്രാച്ചസ്, ചെറിയ തരിമണലായിരിക്കും നമ്മൾ കാണത്തില്ല. പിന്നെ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ സൈഡിൽ ചെറിയ തട്ടുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ സ്ക്രാച്ചുകൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് മിററാണ്. മിറർ എന്ന് പറയുമ്പോൾ അവിടെയും അത്യാവശ്യം തട്ടിൽ വരുന്ന ഏരിയ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചില്ലകളൊക്കെ അടിച്ചിട്ടുണ്ടാവുന്ന ചെറിയ സ്ക്രാച്ചുകൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ സ്ക്രാച്ചുകൾ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ PPF ചെയ്യുന്നത്. അപ്പം കിളികളുടെ കാഷ്ടമൊക്കെ വീണിട്ട് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നതൊക്കെ പറയുന്നത്, കിളികളുടെ കാട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോണത്തിൽ കാര്യങ്ങളൊക്കെ വീണ് കഴിയുമ്പോൾ അവിടെ ചെറിയ കളർ ഫെയിൻനെസ് പോലെ വരും. ഇപ്പൊ വൈറ്റ് വണ്ടിയാണെങ്കിൽ പോലും ഒരു ചെറിയ കളർ ഫെയിൻനെസ്, അത് ശരിക്കും അതിനകത്ത് ഒരു ആസിഡ് കണ്ടന്റ് ഉണ്ട്. അതാണ് ആ ഒരു കളർ ചേഞ്ച് വരുന്നത്. അത് ശരിക്കും ഇപ്പോൾ ഒരു കിളീനെ കാണാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്
ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ അത് എത്ര നാൾ ഇരിക്കുന്നോ അത്ര നമുക്കത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ PPF ന്റെ മുകളിലാണ് അത് വരുന്നതെങ്കിലോ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം ഇതൊരു എത്ര നേരത്തെ പ്രോസസ് ആയിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി തന്നു കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ട് നിങ്ങൾ തിരിച്ചത്? നമുക്കിപ്പോൾ ഒരു കാറാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് 3 days എടുക്കും ചെയ്യാനായിട്ട്. പക്ഷെ ഒരു ബൈക്ക് ആണെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ചെയ്യാൻ 5 മണിക്കൂർ താഴെ മതി. 5 മണിക്കൂർ താഴെ മതി. ഓക്കെ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ക്രാച്ചസ് കാര്യങ്ങൾ എന്തെങ്കിലും വണ്ടിയിൽ ഉണ്ടോ ചെക്ക് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് നമ്മളത് പോളിഷ് ചെയ്യും. ഇപ്പോൾ പോളിഷ് ചെയ്യേണ്ട വണ്ടിയാണ് നമ്മൾ ഫുള്ള് പോളിഷ് ചെയ്തിട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വാഷിംഗ് ഉണ്ടാവും. വാഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ PPF ചെയ്യുന്നത്. പിന്നെ കുറെ പേരുടെ സംശയമാണ് സെറാമിക് കോട്ടിംഗ് ആണോ PPF കോട്ടിംഗ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? ഇപ്പോൾ സെറാമിക് ചെയ്യുമ്പോൾ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോസിനെസ് കിട്ടും വണ്ടിക്ക്. ആ ഒരു തിളക്കം കാര്യങ്ങൾ നല്ല രീതിയിൽ എൻഹാൻസ് ആയി കിട്ടും. അതുപോലെ തന്നെ വണ്ടിയിൽ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കാര്യങ്ങളുണ്ടാവും. വെള്ളം കാര്യങ്ങളൊന്നും വണ്ടിയിൽ തങ്ങി നിൽക്കത്തില്ല, ഇങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് വരും. ഇപ്പോൾ ചില വണ്ടികൾ നിങ്ങൾക്ക് ഒരു വെള്ള കളർ ഒരു ഇതുപോലെ വരും, അത് ഈ വാട്ടർമാർക്ക് വരുന്നതിൻ്റെ ഇഷ്യൂ ആണ്. അതൊന്നും ഉണ്ടാവില്ല സെറാമിക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ PPF-ലോട്ട് വരുമ്പോഴും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും PPF-ലും ഉണ്ടാവും. ഈ പറഞ്ഞ UV പ്രൊട്ടക്ഷൻ ആയാലും PPF-ൽ ഉണ്ടാവും. പിന്നെ PPF-ലോട്ട് വരുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുമ്പോൾ സ്ക്രാച്ചിങ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സെറാമിക്കിൽ നമുക്ക് ഒരു പരിധി ചെറിയ ചെറിയ സ്ക്രാച്ചുകളാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. PPF-ൽ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രാച്ചുകളും ഹോൾഡ് ചെയ്തോ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. PPF ചെയ്താൽ ഇളക്കുമ്പോൾ പെയിന്റിന് ഇഷ്യൂ വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരും എന്നുള്ള ഒരു ഇഷ്യൂ അല്ലേ? അതിപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ പലരും PPF-ന് വിട്ടിട്ട് സെറാമിക് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരും എന്നുള്ളൊരു ഇഷ്യൂ ആണ്. പക്ഷെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരില്ല. നമ്മളിത് ഹീറ്റ് ചെയ്തല്ല ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് നിന്ന് കാണാൻ പറ്റും നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ ചെയ്തൊരു വണ്ടിയാണെങ്കിൽ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടുവന്നാൽ മതി. നമ്മളത് റിമൂവ് ചെയ്ത് തരാം. വേറെ പെയിന്റിന് യാതൊരു ഇഷ്യൂവും വരില്ല. ഇതിന്റെ വാറന്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്കിത് 2 വർഷം വാറന്റി ഉണ്ട്, 5 വർഷം വാറന്റി ഉണ്ട്, പാക്കേജ് ഉണ്ട്. ഈ വാറന്റി പീരീഡിനകത്ത് ഇപ്പോൾ പീൽ ഓഫ് ആയാലോ അല്ലെങ്കിൽ ബബിൾസ് വന്നാലോ ആ ഒരു ഗ്ലോസിനെസ് ഫെയ്ഡ് ആയാലോ നമ്മളത് 0 കോസ്റ്റിൽ ക്ലിയർ ചെയ്ത് തരും. 0 കോസ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് തരും. അതെ. ആക്സിഡന്റ് കേസ് വാറന്റിയിൽ കവേർഡ് ആയിരിക്കില്ല. അത് നമ്മൾ ഈ വാറന്റി പീരീഡിന്റെ അകത്താണെങ്കിൽ 50% ഓഫറിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഇപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ എത്രയാണോ കോസ്റ്റ് വരുന്നത് അതിന് 50% ഓഫറിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ ഈ PPF ഫിലിം ഒട്ടിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ വേഗം ഒന്ന് കാണിക്കാം. 2 തരം PPF ഫിലിമാണുള്ളത്, ഗ്ലോസിയും മാറ്റ് ഫിനിഷും ഉണ്ട് അല്ലേ? നമുക്ക് ഗ്ലോസി ഉണ്ട്, മാറ്റും ഉണ്ട്. അതിൽ തന്നെ 2 year വാറന്റി ഉണ്ട്, 5 year വാറന്റി ഉണ്ട്. ഓക്കെ. അപ്പം ഇതിലിപ്പോൾ നമ്മൾ ഇത് മാറ്റ് ആണല്ലേ? നമ്മൾ ഗ്ലോസിയാണ് ഒട്ടിക്കുന്നത്. ഗ്ലോസിയാണ് ഒട്ടിക്കുന്നത്. ഓക്കെ. ആദ്യം ഇത് ക്ലീൻ ചെയ്യും. അപ്പം ഹീറ്റിങ്ങിന്റെയും യാതൊരു ആവശ്യമൊന്നുമില്ല. ആവശ്യം വരുന്നില്ല. ആ ഒരു ഗ്ലോസിനെസ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ആയി കിട്ടും. ഓക്കെ. അപ്പം അത്രയും കൂടെ പെർഫെക്ഷൻ കിട്ടും അല്ലേ? അപ്പം ഇതിനകത്ത് ബബിൾസും കാര്യങ്ങളും ഒന്നും അങ്ങനെ വരില്ല? ഇഷ്യൂസ് വരില്ല, ബബിൾസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും വരില്ല. ഓക്കെ. കണ്ടോ, ഈ ഒരു ഭാഗത്തിൻ്റെ ഗ്ലോസിനെസ് നിങ്ങൾക്ക് 2 ഭാഗം കൂടെ ഉള്ള ഒരു വ്യത്യാസം മനസ്സിലാകും. ഗ്ലോസിയാണ് ചെയ്തത്. ഇനി മാറ്റ് ഫിനിഷിൻ്റെ കൂടെ നമ്മളൊന്ന് ചെയ്ത് കാണിക്കുകയാണ്. ആദ്യം അവിടെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ചെയ്യുമ്പോൾ അല്ലാതെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യല്ലേ? ശരിക്കും ചെയ്യുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രോസസ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. വാഷിംഗ് അത് കഴിഞ്ഞിട്ടാണ് PPF-ലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെമോ കാണിക്കുന്നുള്ളൂ. ഓക്കെ. ഇത് മാറ്റ് അല്ലേ? ഇത് മാറ്റ് ഒട്ടിക്കുന്നത്. മാറ്റ് വണ്ടികളാണെങ്കിൽ അവർ മാറ്റ് PPF തന്നെ ചൂസ് ചെയ്യുള്ളൂ. ഗ്ലോസി വണ്ടികളാകുമ്പോൾ ഗ്ലോസി ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം ഫിലിം ഒട്ടിച്ചു. ഇനി ഫിലിം ഇളക്കുന്നതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് കണ്ടോ? നോർമലി ചുമ്മാ വലിച്ചിങ് ഇളക്കിയാൽ മാത്രം മതിയാവും. ഗ്ലോസി ഇളക്കുന്നത് കാണിച്ചു തരാം.
അപ്പം ഇത് എത്ര ലെയർ ആയിരിക്കും? നമ്മൾ ചെയ്ത് അപ്പം തന്നെ റിമൂവ് ചെയ്യാമല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നമ്മളിത് റിമൂവ് ചെയ്താലും യാതൊരു ഇഷ്യൂ വരില്ല. അന്ന് പണ്ടി കിട്ടിയ PPF ചെയ്യുന്ന സമയത്തെ അതേ ഒരു അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ആണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെ വലിയ വണ്ടികൾക്ക് മാത്രം ചെയ്താൽ മതിയല്ലോ, പോരല്ലോ. ഇപ്പം ബഡ്ജറ്റ് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് അവരുടെ വണ്ടി സേഫായിട്ട് കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹം കാണില്ലേ. അപ്പം അവർക്ക് ഇത് വണ്ടി ഫുള്ള് പ്രൊട്ടക്ഷൻ, പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? ഇപ്പോൾ ചെറിയ വണ്ടിയിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിറർ കാര്യങ്ങൾ അല്ലെങ്കിൽ ബോണറ്റ് കാര്യങ്ങൾ ഇത് മാത്രമൊക്കെ PPF വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കും. ഇപ്പോൾ പർട്ടിക്കുലർ പോർഷൻസ് ഇപ്പോൾ കസ്റ്റമർക്ക് എത്രയാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ പോർഷൻസ് ആണ് കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു പോർഷൻസ് മാത്രമായിട്ട് നമ്മൾ PPF ചെയ്ത് കൊടുക്കും. ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ബമ്പർ മാത്രം ചെയ്യണമെങ്കിൽ, അതുപോലെ കൂടുതൽ സ്ക്രാച്ച് ഇപ്പൊ നമുക്ക് ഡോർ ഹാൻഡിൽസ് നമ്മളിങ്ങനെ കൈ എപ്പോഴും ഈ ഡോർ ഹാൻഡിൽസ് അവിടെ ഇടുമ്പോൾ നമുക്ക് ഈ നഖം കൊണ്ടിട്ട് സ്ക്രാച്ചുകൾ വരും. പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് മിററാണെങ്കിൽ എപ്പോഴും തട്ടുന്ന ഒരു ഏരിയ ആണ്. അത് എപ്പോഴും സ്ക്രാച്ച് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അതും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടില് ബോണറ്റ് കാര്യങ്ങൾ അതും ഈ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ അങ്ങനെ ചാൻസ് ഉള്ള ഏരിയസ് മാത്രമായിട്ട് PPF വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോരോ പാർട്സ് മാത്രം ചെയ്ത് കൊടുത്താൽ തുച്ഛമായ എമൗണ്ടേ വരുന്നുള്ളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് PPF കോട്ടിങ്ങിനെ പറ്റി നമ്മൾ ചോദിച്ചത്. അപ്പം കസ്റ്റമേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് ചെയ്യുമോ? നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് 10% ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേര് പറഞ്ഞ വരുന്ന കസ്റ്റമേഴ്സ് നമുക്ക് 10% ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇവിടെ പറഞ്ഞിരുന്നു മറ്റുള്ളവർ ചെയ്യുന്നതിലും കുറവിലാണ് ഓൾറെഡി ചെയ്യുന്നത്. ഒരു 10% കുറയല്ലേ? 10% ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ വാഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ വരും. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സൗകര്യമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പില്ലർ നമ്പർ 137, അതായത് കളമശ്ശേരിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഷോറൂമൊക്കെ വരുന്നത്. അപ്പം വിളിച്ചിട്ട് വന്നാൽ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു PPF കോട്ടിങ് ചെയ്യുക. അത് അഫോർഡബിളായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.